യുവതീ പ്രവേശന വിഷയത്തിൽ നിലപാട് വിശദീകരിക്കുന്ന സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യും. യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള ആചാരപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഹിന്ദു മതപണ്ഡിതർ ഉൾപ്പെടുന്ന സമിതി തീരുമാനിക്കണമെന്ന നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കാനാണ് സാധ്യത. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ചില കക്ഷികൾ ഇന്ന് സത്യവാങ്മൂലം ഫയൽ ചെയ്തേക്കില്ല എന്നുള്ള വിവരങ്ങളും വരികയാണ്. ബി ബാലഗോപാൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബാലു, സർക്കാർ ഇന്ന് സമർപ്പിക്കുന്ന സത്യവാങ്മൂലം ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്ത സർക്കാർ സത്യവാങ്മൂലം നിലവിലത്തെ നിലപാട് തിരുത്തും എന്നുള്ളതാണ്. യു ടേൺ അടിക്കും ശബരിമല യുവതീ പ്രവേശനത്തിൽ എന്നുള്ളതാണ്. പ്രധാനമായും 7 ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ബെഞ്ച് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. അതിനൊക്കെയുള്ള മറുപടിയും നൽകേണ്ടി വരും. സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും? എപ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു കൗതുകത്തിനും ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി അറിയാൻ സാധിക്കുക? പക്ഷേ ഈ പൂർണ്ണമായും യു ടേൺ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്ന കാര്യം നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം പൂർണ്ണമായി യു ടേൺ വേണമെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കരുത് എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിക്കേണ്ടതായുണ്ട്. അങ്ങനെ ഒരു അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഈ സത്യവാങ്മൂലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ 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 വിരളമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. മറിച്ച് അക്ഷയ പറഞ്ഞതുപോലെ തന്നെ 7 ചോദ്യങ്ങൾ, ആ 7 ചോദ്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ഭരണഘടനയുടെ 25, 26, 14, 18, 21 അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട് മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിലുള്ള കാര്യങ്ങൾ, അക്കാര്യങ്ങളിലുള്ള നിലപാട് വിശദീകരിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരം മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതികളോ സർക്കാരുകളോ അല്ല തീരുമാനമെടുക്കേണ്ടത്. മറിച്ച് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ തികച്ചും അവധാനമുള്ള ഈ മതപണ്ഡിതരൊക്കെ ചേർന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അത് എത്തണം എന്ന ഒരു സമീപനമായിരിക്കും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ സത്യവാങ്മൂലം വളരെ ബൃഹത്തായ സത്യവാങ്മൂലമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കരട് സത്യവാങ്മൂലം തന്നെ ഏതാണ്ട് 76 പേജുകൾ ദൈർഘ്യമുള്ള ഒരു സത്യവാങ്മൂലത്തിൻ്റെ കരടാണ് തയ്യാറാക്കിയത്. ഇത് നിലവിൽ ഈ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയുമായി സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകർ ചർച്ച ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ഉൾപ്പെടെ ഡൽഹിയിലുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിൽ തീരുമാനമുണ്ടാകുക. തുടർന്നായിരിക്കും ഇത് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുക. എപ്പോൾ ഫയൽ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം രാത്രി 12 മണിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 2006 അതായത് 2008 അതായത് VS അച്യുതാനന്ദൻ സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ അന്ന് നിയമവകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. ആ സത്യവാങ്മൂലത്തിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമതായി സംസ്ഥാന സർക്കാർ അന്ന് പറഞ്ഞിരുന്നത് ഈ ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിലക്ക് തങ്ങൾ അംഗീകരിക്കുന്നില്ല. രണ്ടാമതായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ആചാരമാണ് ഇത്. മൂന്നാമതായി കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇത്തരം ഒരു ആചാരത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മതപണ്ഡിതർ കൂടി ഉൾപ്പെടുന്ന ഒരു വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷമേ പാടുള്ളൂ. ഇതിൽ ആദ്യ ഭാഗം, അതായത് എല്ലാ തരത്തിലുള്ള വിലക്ക് പാടില്ല എന്നുള്ള